എന്താ മോളെ, തങ്കച്ചി ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? അങ്ങനൊരു ബന്ധമല്ലല്ലോ നമ്മൾ തമ്മിൽ. കാശിനാണെങ്കിൽ അത് കിട്ടിയിട്ടില്ല. എപ്പോഴെപ്പോഴും വിളിച്ചിങ്ങനെ ചോദിക്കണമെന്നില്ല. കിട്ടിയാ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളാം. കാശിനല്ല തങ്കച്ചി ഞാൻ വിളിച്ചത്, ഒരു വിവരം പറയാനാ. ശരത്തിന്റെ അമ്മ ഒരു അപകടത്തിൽ പെട്ടു. കുറച്ച് സീരിയസാ. എന്ത് സംഭവിക്കാം? ദൈവമേ, അതെങ്ങനെ സംഭവിച്ചു? ആരെങ്കിലും മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചതാണോന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും അപകടം പറ്റിയതാണോന്നും അറിയില്ല. എന്തായാലും ആൾക്കിപ്പോ ബോധമില്ല. വല്ലാത്തൊരു ന്യൂസാണല്ലോ ഇത്. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കേട്ടപ്പോ ആദ്യം ഞാനും വിശ്വസിച്ചില്ല. അപകടം നടക്കുന്നതിന് കുറച്ചു മുൻപ് ഞാൻ അവരെ കണ്ടതാ. പ്രഭാവതി അമ്മയും ദേവികയും. ദേവികയോ? ആ, അതാണ് അത്ഭുതം. രണ്ടുപേരും കീരിയും പാമ്പും പോലെ ആയിരുന്നല്ലോ. വഴക്കൊക്കെ മാറി കൂടിയെന്നാ ദേവിക പറയുന്ന. ഞാനത് വിശ്വസിക്കുന്നില്ല. ദേവികയ്ക്കാണെങ്കിൽ ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. ഇത് മനഃപൂർവ്വം സംഭവിച്ചതാണെന്നാ എനിക്ക് തോന്നുന്നത്. ആരെയാ നിനക്ക് സംശയം? അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അന്വേഷണം കഴിയട്ടെ, അപ്പ എല്ലാം പുറത്തു വരും. ഞാൻ വരാം. പാവം ശരത്ത്. അതെ. ആ അപകടം നടന്ന സ്ഥലത്ത് കടകളൊന്നുമില്ലേ? അല്ല, ഈ CCTV ഫുട്ടേജ് കിട്ടാൻ? CCTV ചില തൊട്ടടുത്ത കടകളിലൊക്കെ ഉണ്ട് സാർ, പക്ഷെ ഒന്നും വർക്കിംഗ് അല്ല. ആൾക്കൂട്ടത്തിൽ ആരെങ്കിലും അപകടം കണ്ടവരുണ്ടോ? അതായത് ദൃക്സാക്ഷി വല്ലതും? ചോദിച്ചതാണ് സാർ, അങ്ങനെ ആരുമില്ല. അപ്പം പിന്നെ എന്തു ചെയ്യും? ഇടിച്ച വണ്ടി ഏതാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം. വരുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പുണ്ട്. അവിടെ എന്തായാലും CCTV ഉണ്ട്. അതൊന്ന് പോയി നോക്ക്. കിട്ടാവുന്ന സകല വിഷ്വൽസും കളക്ട് ചെയ്യണം. ഇടിച്ചവൻ ആരായാലും ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോകരുത്. ശരി സാർ. ശരി സാർ. എന്താ ഡോക്ടർ സംസാരിക്കണുണ്ടെന്ന് പറഞ്ഞത്? നമ്മള് പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവസ്ഥ വളരെ മോശമാണ്. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. അതെത്ര ശ്രമിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ലോകത്തിൽ ഏത് കോണിലേക്കായാലും ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോക്കാണ് ഡോക്ടർ. എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ഒരു മകനെന്ന നിലയിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും, പക്ഷേ റിയാലിറ്റി തന്നെയാണല്ലോ. ഏത് ആശുപത്രി കൊണ്ടുപോയാലും കിട്ടുന്ന ചികിത്സ തന്നെയാണ് ഞങ്ങൾ ഇവിടെയും കൊടുത്തോണ്ടിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് വെച്ച് ബെറ്റർ കെയർ കിട്ടണമെന്നില്ല. മാത്രമല്ല, ഈ ഒരു അവസ്ഥയിലൊരു യാത്ര ആ പേഷ്യന്റിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഡോക്ടറുടെ അഭിപ്രായത്തിൽ പിന്നെ എന്ത് ചെയ്യണമെന്നാ? ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. മിറക്കിൾ സംഭവിക്കുക എന്നുള്ള പ്രതീക്ഷ കൈവിടാതിരിക്കുക. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ ഡോക്ടർ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അറ്റ് പ്രസന്റ് കുറച്ച് ക്രിട്ടിക്കലാണ്. പേടിക്കണം. ഞാനിപ്പോ സിദ്ധുവിനെ കുറിച്ച് ഓർത്തേ ഉള്ളൂ. ഡോക്ടർ ഇപ്പോൾ ഫ്രീ ആണോ? എന്തു പറ്റി? ശരത്തിന്റെ അമ്മയ്ക്കൊരു ആക്സിഡന്റ് പറ്റി. ഇവിടെ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഡോക്ടറുമായിട്ട് ഒരു റൗണ്ട് ഞാൻ സംസാരിച്ചു.